ഒരു കാര്യം വളരെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയുള്ളത് എന്തെന്നാൽ ചോദിച്ചാൽ, അത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. ഞാൻ ഒരു ദിവസം ഒരാളെ ഒരു സൂപ്പർ മാർക്കറ്റ് വെച്ച് പരിചയപ്പെട്ട് ഞങ്ങൾ പല കാര്യങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഏത് സഭയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ പറയാം. ഞാൻ സംബന്ധിക്കുന്ന ഒരു സഭയുടെ പേര് ക്രൈസ്റ്റ് ചർച്ച്, അതല്ലെങ്കിൽ മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സഭ, ഇനിയും ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ അതിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പേരെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സഭയുണ്ടോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ എനിക്ക് കൗതുകം തോന്നി. അങ്ങനൊരു സഭയെപ്പറ്റി അദ്ദേഹം കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് മറുപടിയായിട്ട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, ബൈബിൾ വായിക്കാറുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൈബിൾ വായിക്കാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു, ബൈബിൾ വായിക്കാറുണ്ടെങ്കിൽ ബൈബിളിൽ ആ സഭയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സഭയെപ്പറ്റി പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ സഭയെന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അത് എവിടെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, കറക്റ്റ് ബൈബിളിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, വീട്ടിൽ പോയിട്ട് റോമാലേഖനം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കണം. അവിടെ പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു പ്രയോഗം, ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം, യഹൂദിയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവൻ ആയിരുന്നു എന്ന് പൗലോസ് പറയുക. അപ്പം ബൈബിളിനകത്ത് പുതിയ നിയമത്തിൽ ഒരു സഭയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സഭയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന് 16 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണി. ക്രിസ്തുവിൻ്റെ സഭയെ ക്രിസ്തു പണിയുമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടും. അതാണ് അതിൻ്റെ സത്യം. അപ്പം ക്രിസ്തു സഭയെന്ന് പറയുമ്പോൾ അതിൻ്റെ ടീച്ചിങ്, അതായത് ഉപദേശങ്ങൾ വചനപ്രകാരം തന്നെ ഉള്ളതാണ്. രക്ഷയുടെ ഉപദേശം മുതൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് വരെയും, അതുപോലെ തന്നെ നിത്യതയിലെ ജീവിതത്തിൻ്റെ ഉപദേശവും എല്ലാം വചനപ്രകാരമുള്ള സഭയാണ് ക്രിസ്തുവിൻ്റെ സഭ. നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ളപ്പം ആ സഭയിൽ വേണം നമ്മൾ വിശ്വസിക്കാനും വചനം പഠിക്കാൻ. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് ഓർപ്പിക്കുക. താങ്ക് യു.